തനിക്കെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നുവെന്ന് ആവർത്തിച്ച് ഇ പി ജയരാജൻ. പല മാധ്യമങ്ങളും ഇതിൽ പങ്കാളികളായെന്നും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. തന്നെ വേട്ടയാടുന്നുവെന്നും ഒരാളെ കണ്ടാൽ മാറുന്നതല്ല തന്റെ രാഷ്ട്രീയമെന്നും ഇ പി കൂട്ടിച്ചേർത്തു. എങ്ങനെയാണ് ഇങ്ങനൊരു വാർത്ത കൊടുക്കാൻ ഈ മാധ്യമങ്ങൾക്ക് ധൈര്യം കിട്ടിയത്? ഒരു മാധ്യമം എന്ന് പറയുന്നതിൻ്റെ ഏതെങ്കിലും ഒരു പ്രാഥമികമായ ധർമ്മം നിർവഹിച്ചോ? എന്തെങ്കിലും ഒരു അന്വേഷണം, ഒരു പരിശോധന നടത്തിയോ? അന്ന് തന്നെ അന്ന് ഈ വന്നുപോയി. ഇത് ഇപ്പോഴും ഇലക്ഷൻ്റെ തലേ ദിവസം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് ആസൂത്രിതമായിട്ടായിരുന്നു. അത് ഇടതുപക്ഷ വിരുദ്ധർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള ചില മാധ്യമങ്ങളുടെ പ്രധാനികളും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരായിട്ടുള്ള സുധാകരനും അതുപോലെ തന്നെ ശോഭന ജോർജും ഒക്കെ ശോഭ സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ്. ആസൂത്രിതമാണ് ഈ പരിപാടി. എം സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇപ്പോൾ ഇ പി നൽകുന്ന പ്രതികരണം എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പ്രചരിക്കുന്ന ഈ വിവാദങ്ങൾ, ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇ പി ജയരാജൻ ആരോപിക്കുന്നത്. ഈ ഗൂഢാലോചനയിൽ കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ ചില മാധ്യമങ്ങളും പങ്കാളികൾ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഈ ശോഭാ സുരേന്ദ്രൻ ആദ്യം ഉന്നയിക്കുക, അതിന് പിന്നാലെ ഈ കെ സുധാകരൻ ഇത്തരം ആരോപണം ഉന്നയിക്കുക, ദല്ലാൽ നന്ദകുമാർ ചില കാര്യങ്ങൾ പറയുക, അത് മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാർത്തയായി പ്രചരിപ്പിക്കുക. ഇതിന് കൃത്യമായിട്ടുള്ള നാൾവഴികൾ നോക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇ പി ജയരാജൻ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന കാര്യം. അതേസമയം തന്നെ ഈ ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ് ഇപ്പോൾ വിവാദം ഉണ്ടാകുന്നത്. തലേ ദിവസം മുതൽ പിറ്റേ ദിവസം ഈ കാര്യം പറയുന്നത് വരെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് ഇത്തരത്തിൽ ദല്ലാൽ നന്ദകുമാറും ശോഭാ സുരേന്ദ്രനും ഒരു ആരോപണം ഉന്നയിച്ചിട്ടും അതിന് മറുപടി പറയാൻ, അത് നിഷേധിക്കാൻ ഇ പി ജയരാജൻ തയ്യാറായിട്ടില്ല എന്നുള്ളതായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം മുതൽ വോട്ടെടുപ്പ് നടക്കുന്നത് വരെ കാര്യമായി പ്രചരിപ്പിച്ചത്. ആ രീതിയിലുള്ള ഒരു പ്രചരണം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് രാവിലെ തന്നെ കൃത്യമായും ഈ കാര്യങ്ങൾ പറയാൻ തയ്യാറായത്. അതിൽ മറച്ചു വെക്കേണ്ടുന്ന യാതൊരു കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അത് മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ഈ ഒരു കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് മുൻപ് പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത്. വളരെ യാദർച്ഛികമായാണ്, യാതൊരു മുന്നറിയിപ്പും കൂടാതെയാണ് ഈ പ്രകാശ് ജാവദേക്കറും നന്ദകുമാറും ഫ്ളാറ്റിലേക്ക് കയറി വന്നത്. അവരെ കണ്ട ഉടൻ തന്നെ ഇറങ്ങിപ്പോകാൻ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല, മാത്രമല്ല അത് മര്യാദയുമല്ല. അതുകൊണ്ടാണ് മിനിറ്റുകൾ മാത്രം അവിടെ ചിലവഴിക്കുകയും ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും സംസാരിക്കാതെ അവർ തിരിച്ചു പോവുകയും ചെയ്തത്. രാഷ്ട്രീയം സംസാരിക്കാൻ ജാവദേക്കർ തുടങ്ങിയപ്പോൾ തന്നെ അതിൽ താല്പര്യമില്ല, രാഷ്ട്രീയം സംസാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്തത്. ആ കാര്യം മാത്രമാണ് തുറന്ന് പറഞ്ഞത് എന്നുള്ളതാണ് ഇ പി ജയരാജൻ ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ മറച്ചു വെക്കേണ്ട ഒരു കാര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അതേ കാര്യങ്ങൾ അതേപോലെ തന്നെ തുറന്നു പറഞ്ഞത്. ഇതിൽ മുഖ്യമന്ത്രിയെ കൂടി ഉൾപ്പെടെ എല്ലാം വലിച്ചിഴച്ചുകൊണ്ട് ഈ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന്റെ പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുണ്ടെന്നും ഇ പി ജയരാജൻ ചൂണ്ടിക്കാട്ടുന്നു. ചില മാധ്യമങ്ങളുടെ ആളുകളും ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു തരത്തിലുള്ള ദുരൂഹതയുടെയോ വിവാദങ്ങളുടെയോ സാഹചര്യമില്ല. വളരെ പതിറ്റാണ്ടുകൾ RSSനെതിരെ പോരാട്ടം നടത്തി RSSന്റെ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങി മുന്നോട്ട് കൊണ്ടുപോയതാണ് തന്റെ രാഷ്ട്രീയം. അത് കൃത്യമായ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമാണ്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള തന്നെ ഈ രീതിയിൽ വിവാദങ്ങളിലേക്ക് വലിച്ചെടുക്കുകയും തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് ധാർമ്മികമല്ല എന്നും ഇ പി ജയരാജൻ ചൂണ്ടിക്കാട്ടി. വിവരങ്ങൾ നൽകുകയായിരുന്നു എം സന്തോഷ്.